അങ്ങനെ ഒരാളെ സെറ്റാക്കാൻ വേണ്ടി ഇവിടെ റെന്നാണ് കുറെ ബുക്കൊക്കെ എടുത്ത് വെച്ച് വായിച്ചുകൊണ്ടിരിക്കും. അപ്പനാണ് ഇത് കണ്ട് അവന്റെ കൂട്ടുകാരനാണ്, എന്റെ പൊന്നളിയ നീ ഇങ്ങനത്തെ ബുക്കൊക്കെ വായിക്കുന്നോ, നിനക്കപ്പ സത്യത്തിൽ ലൂവാനെ സെറ്റാക്കാൻ ആഗ്രഹം ഉണ്ടല്ലേ എന്ന് ഇവൻ ചോദിക്കുമ്പോൾ റെന്നാൻ ഒറ്റടിക്ക് അവന്റെ ആഗ്രഹം ഒന്നല്ല, അവൾക്ക് വേറൊരു പയ്യനെ സെറ്റ് ചെയ്യിപ്പിക്കാനെന്ന് പറയും. അപ്പനാണ് ഇത് കേട്ട അവനും അയ്യേ സെറ്റ് ചെയ്യിപ്പിക്കാനാ, പക്ഷെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, അവൾക്ക് വേറൊരു പയ്യൻ സെറ്റാകാൻ പോവാന്ന് വിചാരിച്ച് നീ ജലസാന്ന് പോലെ എനിക്ക് തോന്നുന്നു, കാരണം എനിക്ക് നിനക്ക് അവളോട് ഇഷ്ടം കാണാൻ പറ്റും എന്നെ കൂട്ടുകാരനും പറയുമ്പം റെന്നാണ് എനിക്ക് അങ്ങനെ ലവ് ഒന്നുമില്ല, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോയിക്കോളാൻ പറയും. അങ്ങനെ അതിനുശേഷം റെന്നാണ് കുറെ ബുക്കൊക്കെ വായിച്ചിട്ട് ഇവിടെ ലൂവാനെ വന്ന് അഡ്വൈസ് ചെയ്തോണ്ടിരിക്കും. നിനക്ക് ആ വാങ്ങിനെ ആദ്യം സെറ്റ് ആക്കണമെങ്കിൽ ഫസ്റ്റ് സൈറ്റിൽ തന്നെ നിങ്ങൾ പ്രണയത്തിൽ വീഴണം, അതിന് 30 സെക്കൻഡ് നമ്മൾ ഒരാൾ നോക്കുവാണ് പരസ്പരം ഇഷ്ടം വരും എന്നൊക്കെയാ ഈ ബുക്കിനകത്ത് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ആദ്യം നീ എങ്ങനെയൊക്കെ ഒരു ചാൻസ് കണ്ടെത്തി അവന്റെ ക്ലാസ്സിൽ പോകണം, എന്നിട്ട് 30 സെക്കൻഡ് അവന് നോക്കി അവന് വീഴ്ത്തിയ പിന്നെ ഫസ്റ്റ് സൈറ്റ് ലവ് ആണ് മോളെ. ഏതിന് അവന് കുറെ അഡ്വൈസ് പറഞ്ഞു കൊടുത്തിട്ട് ഇവനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് ഇവളെ 30 സെക്കൻഡ് നോക്കും, കാരണം അവന്റെ കൂട്ടുകാരൻ പറഞ്ഞ പോലെ ഇവളോട് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ. അപ്പോഴാണ് അവൻ അവസാനം കുഴപ്പമില്ല എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഇല്ല ഏതിന് അവനും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതിനെ ശിവന്റെ ഐഡിയ കേട്ട് ഇവൾ നേരെ അടുത്ത ദിവസം ആ വാങ്ങിന്റെ ക്ലാസ്സിലേക്ക് പോകും. അങ്ങനെ അവനാണ് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവൾ അവിടെ നിന്ന് ചൈനീസ് പഠിച്ചുകൊണ്ടിരിക്കും. അത് കണ്ട് അവനാണ് ഷോക്കായിട്ട് നമുക്കില്ലാത്ത സബ്ജക്ട് എന്തിനാ ഇവള് പഠിക്കുന്നതെന്ന് പറഞ്ഞ് അവൻ നോക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം അവളും പെട്ടെന്ന് ഇവനെ തിരിഞ്ഞു നോക്കിയിട്ട് ഒരു 30 സെക്കൻഡ് അവനെ തന്നെ നോക്കുമ്പോൾ അവനും ഇവൾ എന്തിനാ നോക്കുന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെ പേടിച്ചിരിക്കും. അതേസമയം ഇവൾക്കാണ് 30 സെക്കൻഡ് നോക്കണം എന്ന് പറഞ്ഞ് ഇവിടെ കണ്ണടയ്ക്കാൻ പറ്റാതെ വേദനിച്ചിരിക്കുക. അതുകൊണ്ട് അവളും എങ്ങനെയൊക്കെ 30 സെക്കൻഡ് പിടിച്ചിക്കണം എന്ന് പറഞ്ഞ് മുഖത്ത് കുറെ ടെൻഷനോടെ ഇവന് നോക്കുമ്പോൾ പാവം പയ്യനാണ് ഇവളെ കണ്ടങ്ങ് പേടിച്ചു പോകും. അങ്ങനെ അതോടെ അവനും ഞാൻ നിന്നെ വല്ലതും ചെയ്തായിരുന്നെന്ന് പറഞ്ഞിട്ട് ഇവൻ അവിടെ നിന്ന് ഓടിപ്പോകും. അതിനുശേഷം ഇവളും നമ്മുടെ പ്ലാൻ ഫ്ലോപ്പായി പോയെന്ന് പറഞ്ഞ് റിന്നിനോട് ഈ കാര്യം പറയുമ്പോൾ അവനാണ് എങ്കിൽ പിന്നെ വേറൊരു കാര്യം ചെയ്യാം, എന്റെ ഒരു കൂട്ടുകാരൻ ആദ്യം കണ്ടപ്പോൾ തന്നെ പ്രണയത്തിൽ വന്ന, അതുകൊണ്ട് അവന്റെ അഡ്വൈസ് കേട്ടാൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്ന് ഇവൻ പറയുമ്പം അവളാണ് നിന്റെ സ്വിമ്മിംഗ് ക്ലബ് അല്ലാതെ വേറെ ആരാ ഫ്രണ്ട്സും ചോദിക്കും. അപ്പോഴാണ് അവിടേക്ക് ഇവളുടെ സീനിയർ വരുന്നത്, കാരണം ഫ്രണ്ട് എന്ന് ഉദ്ദേശിച്ച ഇവളുടെ സീനിയറിനെയാണ്. അപ്പോഴാണ് സീനിയർ അവിടേക്ക് വന്നിട്ട് ഇവന്റെ ID കാർഡ് ഇവന്റെ കസിന്റെ നിന്ന് വാങ്ങിച്ചോന്ന് ചോദിക്കുമ്പോൾ റെന്നാണ് ഒരു ഡീൽ വയ്ക്കും, അവളുടെ ID കാർഡ് വാങ്ങിക്കണേ ഇവ ലവിനെ കുറിച്ചുള്ള ഐഡിയാസ് ഒക്കെ ഇപ്പൊ ഇവർക്ക് ഷെയർ ചെയ്യണമെന്ന്. അങ്ങനെ അതുകൊണ്ട് അവൻ അതിനെ സമ്മതിച്ചിട്ട് ഇവരോട് പറയും ആദ്യം കണ്ടപ്പോൾ വീഴുന്ന ലവ് ഒക്കെ മിക്കതും ഫെയിലർ ആണെന്ന്, കാരണം ഇവൻ റെന്നിന്റെ കസിനെ ആദ്യം ഡാൻസ് കളിക്കുമ്പോൾ കണ്ടു കാണും, അങ്ങനെ കണ്ടപ്പോൾ തന്നെ അളിയ മൊത്തത്തിൽ വീണുപോയി. അതുകൊണ്ട് അടുത്തിരുന്ന് റെന്നിനോട് ഇവന്റെ കസിൻ ഒരു പാവപ്പെട്ട ക്യൂട്ടായിട്ടുള്ള പെങ്കൊച്ചാന്ന് പറഞ്ഞ് ഇവൻ പ്രപ്പോസ് ചെയ്യാൻ പോകാന്ന് പറയുമ്പം ഇത് കേട്ട് റെന്നാണ് ഷോക്കായിട്ട് ഒന്നിന് 2-3 പ്രാവശ്യം ആലോചിക്കാൻ വേണ്ടി പറയും, കാരണം അവന്റെ കസിനെ കുറിച്ച് ഇവൻ അറിയാം. പക്ഷെ ഇതൊന്നും കേൾക്കാതെ സീനിയറാണ് പെട്ടെന്ന് അടുത്തേ ചെന്ന് അവൾ ഇഷ്ടമെന്ന് പറഞ്ഞ് പ്രപ്പോസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അവളാണ് എല്ലാരെയും വിളിച്ചിട്ട് ഈ ഹാൻസമായ പയ്യനെ പ്രപ്പോസ് ചെയ്തെന്ന് പറഞ്ഞ് അവൾ സന്തോഷത്തിൽ വിളിച്ചു പോയിക്കൊണ്ടിരിക്കും. അതിനുശേഷം 1 സെക്കൻഡിൽ ഗ്യാപ്പ് ഇടാതെ അവൾ കുറെ സംസാരിക്കുമ്പം ഇവിടെ സീനിയറാണ് മൊത്തത്തിൽ തകർന്നു ഇരിക്കും, കാരണം അവൾ സൈലന്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി എന്ന് വിചാരിച്ച അവൻ പ്രപ്പോസ് ചെയ്ത്, പക്ഷെ ഇവൾ സംസാരിക്കാൻ തുടങ്ങിയ പിന്നെ നിർത്തത്തേ ഇല്ല. അതുകൊണ്ട് തന്നെ അവൻ അതൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് ആദ്യം കണ്ടപ്പോൾ പ്രണയത്തിൽ വീഴുന്നതൊക്കെ നടക്കാത്ത കാര്യമെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് റെന്നാണ് എന്തായാലും ആദ്യം കണ്ടപ്പോൾ അവൾ സെറ്റായല്ലേ, അപ്പോൾ നടക്കുന്ന കാര്യം തന്നെ, എങ്കിൽ പിന്നെ ലൂവാൻ നീ കേക്ക് ഉണ്ടാകുന്ന സ്ഥലത്ത് അവനെ വിളിച്ചൊരുത്തുവാണ്, നീ അവനെ അട്രാക്ട് ചെയ്യാൻ നോക്കണം, ചിലപ്പോൾ നിങ്ങളപ്പോൾ പ്രണയത്തിൽ വീഴാൻ ചാൻസ് ഉണ്ട് എന്നിന് അവനും പറയുമ്പോഴാണ് ലൂവാനാണ് സീനിയറിനോട് വേറെ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ ചോദിക്കും. അപ്പോഴാണ് അവനും ടിപ്സ് എന്ന് പറഞ്ഞാൽ നീ കൂടുതൽ സംസാരിക്കല്, പിന്നെ ക്യൂട്ടായിട്ട് ചിരിക്കണം, അവനെ കാണുമ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടൊക്കെ ഡ്രസ് ചെയ്ത് പോകണം, അത്രയൊക്കെ ഉള്ളു എന്നിന് ഇവനും പറയുമ്പോഴാണ് അവളാണ് അതെല്ലാം കേട്ടിട്ട് എങ്കിൽ പിന്നെ റെന്റെ കസിൻ ഇവന്റെ ടൈപ്പ് അല്ലെങ്കിലും അവൾ ഇപ്പോഴും പുറകെ നടക്കുന്നുണ്ട്, അവളെ കുറിച്ചൊന്ന് ആലോചിക്കാൻ വേണ്ടി പറയും. അതിനുശേഷം സീനിയർ അവിടെ നിന്ന് പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് ഇവന് വേണ്ടി വീണ്ടും റെന്റെ കസിൻ ഫ്ലവേഴ്സ് ആയിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവനാണ് ഷോക്കായിട്ട് എടി നിന്റെ ID കാർഡ് റെൻ വാങ്ങിച്ചെന്ന് പറഞ്ഞു, പിന്നെ എങ്ങനെ നീ അകത്തേറി എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും ഓ അതൊക്കെ വലിയ പ്രശ്നമാണ്, ഞാൻ മതിൽ ചാടി, ഇത് കാരണം നമ്മൾ തമ്മിൽ ബന്ധത്തിന് ഒരു കുഴപ്പവും വരത്തില്ല, ഞാൻ എപ്പോഴും നിന്നെ കാണാൻ വരത്തില്ല എന്നിന് അവൾ പറയുമ്പോൾ അവനും നമ്മൾ തമ്മിൽ ബന്ധത്തിലല്ല എന്നിന് അവൻ പറയുമ്പോഴാണ് അവളും അങ്ങനെ പറഞ്ഞെങ്ങനെയാ, നമ്മൾ കണ്ടപ്പോഴേ പ്രണയത്തിൽ വീണില്ലേ, നീ അന്നൊരു മഞ്ഞ ഡ്രസ് ഇട്ടോണ്ടല്ലേ എന്നെ പ്രപ്പോസ് ചെയ്തത് എന്നിന് അവളും പറയുമ്പം ഇവനാണ് മഞ്ഞല്ല വൈറ്റാന്ന് പറയും. അതോടെ അവളാണ് ലോക്ക് ചെയ്തിട്ട് അപ്പൊ നിനക്കെല്ലാം ഓർമ്മയുണ്ട് എന്നിന് അവന്റെ പുറകെ തന്നെ നടന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവനും ലൂവാൻ പറഞ്ഞ കോർത്ത് നോക്കിയിട്ട് ഇവളെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്ന് അവൻ ആലോചിച്ചോണ്ടിരിക്കും. പക്ഷെ അടുത്ത സെക്കൻഡ് തന്നെ അങ്ങനെ ഒരു ആലോചന വേണ്ടെന്ന് പറഞ്ഞ് ഇവൻ സെക്യൂരിറ്റി വിളിച്ച് ഇവളെ പുറത്തേക്കാക്കാൻ വേണ്ടി പറയും. അതിനുശേഷം അന്ന് വൈകിട്ട് ഇവിടെ ലൂവാനാണ് അവൾ കുറെ സെറ്റപ്പ് ഒക്കെ ചെയ്ത് ആ വാങ്ങിനെ വീഴ്ത്താൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുമ്പം അവിടേക്ക് വരുന്ന റെന്നാണ് ഇവളിപ്പോ തയ്യാറാണെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ഞാൻ പിന്നെ ഓൺലൈനിൽ കുറെ ടിപ്സ് ഒക്കെ നോക്കിയായിരുന്നു, ഒരു 5 മെത്തേഡും കൊണ്ട് എനിക്ക് അവനെ പെട്ടെന്ന് തന്നെ വീഴ്ത്താൻ സാധിക്കും എന്നിന് ഇവൾ പറയുമ്പോഴാണ് അവനും എങ്കിൽ പിന്നെ അത് നീ ആദ്യം എൻ്റെ അടുത്ത് പ്രാക്ടീസ് ചെയ്ത് നോക്ക് എന്നിന് അവനും പറയുമ്പോഴാണ് ഇവളാണ് അവളുടെ മൂക്കി ഇങ്ങനെ കേക്ക് തടവിയിട്ട് പതിയവന്റെ അടുത്തേക്ക് വന്ന് ആ തുടച്ചളയാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവന്റെ ഹാർട്ട് ബീറ്റ് പെട്ടെന്ന് ഇങ്ങനെ സ്പീഡ് ഇടിക്കും, കാരണം അളിയൻ തന്നെ അവളോട് ഇപ്പൊ വീണുപോയി, പക്ഷെ അത് അവൻ അറിയത്തില്ലെന്നേ ഉള്ളു. അതിനുശേഷം അടുത്തതായിട്ട് അവളും
ഇവന്റെ ഡ്രസ്സ് ശരിയാക്കി തരാന്ന് പറഞ്ഞ് അടുത്തേക്ക് ഇങ്ങനെ വരുമ്പം അവന്റെ ഹീറ്റ് ബീറ്റ് വീണ്ടും ഇങ്ങനെ സ്പീഡ് ഇടിച്ചോണ്ടിരിക്കും. എന്നിട്ട് അവള് മൂന്നാമതായിട്ട് നമുക്ക് ഡ്രിങ്ക്സ് കുടിക്കാന്ന് പറഞ്ഞ് ഇവൻ ഏതാ വേണ്ടെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും എനിക്ക് മാംഗോ മതി എന്ന് പറഞ്ഞ് ഇവളുടെ നിന്ന് വാങ്ങിക്കുമ്പം അവളാണ് കുറച്ച് കഴിഞ്ഞിട്ട് ഗ്ലാസ് മാറിപ്പോയെന്ന് പറഞ്ഞ് പരസ്പരം ഗ്ലാസ് മാറ്റും. അപ്പോഴാണ് അവളാണ് ഇപ്പൊ നീ അത് കുടിക്കുവാണ് നമ്മൾ തമ്മിൽ ഇൻഡയറക്റ്റ് ആയിട്ട് കിസ് ചെയ്ത പോലെയാന്ന് പറഞ്ഞ് അവനോട് പറയും. അതുകൊണ്ട് അവൻ മൊത്തത്തിൽ ഇവിടെ ടെൻഷൻ ആയിരിക്കുമ്പം ഇവൻ മൊത്തത്തിൽ വീണുപോയിട്ട് അവളെ കിസ് ചെയ്യുന്ന പോലെയൊക്കെ ആലോചിക്കും. അപ്പോഴാണ് അവസാനം അവളും ഇത്രയും ചെയ്യുവാണ് മിക്കവാറും വാങ്ങിനെ കിസ് ചെയ്യുമെന്ന് ഇവൾ പറഞ്ഞ ഉടനെ ഇവന് ഇവിടെ നിന്ന് അസൂയപ്പെട്ടിട്ട് അതൊരിക്കലും നടക്കത്തില്ലെന്ന് പറയും. അങ്ങനെ ഇവളുടെ പ്ലാനൊക്കെ വമ്പം ഫ്ലോപ്പാന്ന് പറഞ്ഞ് അവൻ ഇതൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇത് കണ്ട് അവളാണ് അതിനെന്തിന് വീണ്ടും സന്തോഷമില്ലാതെ പോകുന്നതെന്ന് പറഞ്ഞ് ഇവൾ ആലോചിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം തിരിച്ച് ഹോസ്റ്റലിലേക്ക് വരുന്ന റെന്നാണ് ഒരു ദിവസം അവന്റെ കൂട്ടുകാരൻ പറഞ്ഞ പോലെ ഇവൻ അറിയാതെ തന്നെ അവളോട് പ്രണയത്തിൽ വീണെന്ന് പറഞ്ഞ് അവൻ ആലോചിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം അടുത്ത ദിവസം ഇവരാണ് ഒരു പുതിയ പ്ലാൻ ഇടും. അങ്ങനെ ആ വാങ് എപ്പോഴും കഫയിൽ ചെന്ന് ഗെയിം കളിക്കാറുണ്ട്. അതുകൊണ്ട് റെന്നാണ് ഇവൾക്ക് കുറച്ച് കോസ്റ്റ്യൂം തന്നിട്ട് ഇവൾ അത് ഇട്ടോണ്ട് അവിടെ ചെന്ന് അവൻ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവൾ ആ ഡ്രസ്സ് കണ്ടിട്ട് ഇതിട്ട അവൻ വീഴുവോ, കാരണം എനിക്ക് ഈ ഡ്രസ്സൊന്നും ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ അവളും ചോദിക്കുമ്പോഴാണ് ഇവിടെ റെന്നാണ് ആലോചിച്ച് നോക്കും ഇന്നലെ അവൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു പയ്യന്മാർക്ക് ഇഷ്ടപ്പെടാത്ത ഡ്രസ്സിംഗ് സ്റ്റൈൽ ഏതൊക്കെയാന്ന്. അങ്ങനെ അതാണ് അളിയനിപ്പോ ഇവൾക്ക് വാങ്ങിച്ചു തന്നേക്കുന്നത്. കാരണം അവർ തമ്മിൽ ഒരിക്കലും സെറ്റ് ആവലെന്ന ഇവന്റെ പ്ലാൻ. അതുകൊണ്ട് അവനും അതൊക്കെ മറച്ചു വെച്ചിട്ട് ഇവൾ ഇതിട്ടോണ്ട് പോവാണ് മിക്കവാറും സെറ്റ് ആകുമെന്ന് പറയും. അതുകൊണ്ട് അവൻ പറഞ്ഞു വിശ്വസിച്ച് ഇവൾ അതിടാൻ തീരുമാനിക്കും. അങ്ങനെ അതിനുശേഷം റെൻ സീനിയർ ആയതുകൊണ്ട് അവനടുത്ത് PG പഠിക്കാൻ വേണ്ടി ഇവന്റെ പ്രൊഫസറും വേറെ സാറുമാരൊക്കെ ഇവനെ ഒന്ന് ഇന്റർവ്യൂ എടുക്കും. അതിനുശേഷം അവരും ഇവൻ അഡ്മിഷൻ കിട്ടുവാണ് പിന്നീട് അറിയിക്കാന്ന് പറഞ്ഞിട്ട് ഇവനെ പറഞ്ഞേക്കും. അതേസമയം ഇവിടെ ലൂവാനും അവൻ വാങ്ങിച്ചെന്ന ഡ്രസ്സ് ഇട്ടോണ്ട് കഫയിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ ഇരിക്കുന്ന പയ്യന്മാരെല്ലാരും കൂടെ ഇവളിത് എന്തൊരു കോലത്തിലാണ് വന്നേക്കുന്നതെന്ന് പറഞ്ഞ് അവരൊക്കെ കളിയാക്കി ചിരിച്ചോണ്ടിരിക്കും. അതേസമയം ഇവിടെ വാങ് ആണ് ഇവളെ കണ്ട് പേടിച്ചു പോകുമ്പോഴാണ് കറക്റ്റ് ഇവന്റെ ഗെയിമിലും തോറ്റുപോകും. അതുകൊണ്ട് അവനും ദേഷ്യത്തിരിക്കുമ്പം ഇവള് ഞാൻ വന്നില്ലെങ്കിലും നീ കളി തോറ്റോത്തോളെന്ന് പറഞ്ഞ് അവനങ്ങ് ഡാമേജ് ചെയ്യും. അപ്പോഴാണ് അവനും ദേഷ്യത്തിൽ നിനക്ക് കളിക്കാൻ അറിയാം എവിടെയെന്ന് പറഞ്ഞ് അവനും ചോദിച്ച ഉടനെ ഇവളെങ്കിൽ പിന്നെ ഞാനും കൂടെ വരാന്ന് പറഞ്ഞിട്ട് അവളും ഗെയിം കളിക്കാൻ വേണ്ടി പോകും. അങ്ങനെ അതിനുശേഷം വൈകിട്ട് ഇവർ വീണ്ടും തുണി എഴുതുന്ന സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്യുമ്പോഴാണ് റെന്നാണ് പതിവ് പോലെ പ്ലാൻ ഫെയിൽ ആയാൻ ചോദിക്കും. അപ്പോഴാണ് അവളും യെസ് ആ കോസ്റ്റ്യൂം ഫെയിലായി, പക്ഷെ അതിനുശേഷം ഞാൻ അവന്റെ കൂടെ വീഡിയോ ഗെയിം കളിച്ച് ആ സമയത്ത് ഞാൻ സത്യജി ഞാനായിട്ടിരുന്നു, അതുകൊണ്ട് അവൻ മൊത്തത്തിൽ എന്റെ അടുത്ത് വീണുപോയി. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ നമ്പറൊക്കെ ഷെയർ ചെയ്ത് അവസാനം അവൻ എന്നെ ചേച്ചി എന്ന് പറഞ്ഞ് വിളിച്ച്. എന്നിട്ട് അവൾ ആ കാര്യമൊക്കെ ഇവനോട് എടുത്തു പറയുമ്പം ഇത് കേട്ട് അവനാണ് ദേഷ്യത്തി അവനപ്പം നിന്നോട് നല്ല രീതിയിൽ സംസാരിച്ചോ, അതിന് ചാൻസ് ഇല്ലല്ലോ. എന്നിട്ട് ഇവനും പറയുമ്പം അവളാണ് എന്തായാലും തൽക്കാലം ഈ ബന്ധം വെച്ച് തന്നെ അവന് ഡെയിലി കേക്ക് ഉണ്ടാക്കി കൊടുക്കാന്ന് പറയും. അങ്ങനെ പതിയെ പതിയെ അവന് വീഴ്ത്താന്ന് ഇവളെ സന്തോഷിത്ത് പറയുമ്പം ഇത് കേട്ട് അവനാണ് അസൂയപ്പെട്ടിട്ട് ഇല്ല അതിന്റെ ആവശ്യമില്ല, എപ്പോഴും നീ കേക്ക് ഉണ്ടാക്കി കൊടുക്കുവാണ് പിന്നെ അവന് നിന്നോട് ഇഷ്ടം വരത്തില്ല. എക്സാമ്പിളിന് നീ എന്റെ കസിനി സീനിയറും കണ്ടില്ലേ, എന്റെ കസിൻ എപ്പോഴും അവന്റെ പുറകെ പോകുന്നുണ്ട് അവൻ പ്രണയത്തിൽ വീണോ ഇല്ല, അതുകൊണ്ട് നമുക്ക് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം, നിനക്ക് വരാം ഞാൻ പോയി ആ കേക്ക് അവന്റെ കൊടുത്തോളാം, അങ്ങനെ നിങ്ങൾ തമ്മിൽ ലവ് സെറ്റാക്ക് എന്ന് ഇവനും അവരെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറയുമ്പം ഇവൻ പറയുന്നൊക്കെ വിശ്വസിച്ചിട്ട് അവൾ ഓക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം ഇവള് ലൈബ്രറി പഠിക്കുന്ന സമയത്ത് ഇവൾക്ക് വയറാൻ എടുക്കുമ്പോഴാണ് അതേസമയം അവിടേക്ക് വരുന്ന ആൻജീഷ്യനാണ് ഇവളെ കണ്ട് അടുത്തേക്ക് പോകാൻ നോക്കും. അവനാണ് ലിയാങ് കാണാൻ പോകാൻ സമ്മതിക്കാതെ അവനെ പിടിച്ച് അവിടെ ഇരുത്തും. അതിനുശേഷം ഇവളും അവനെ കണ്ടിട്ട് സൈലന്റ് ആയിട്ടിരിക്കുമ്പം അവിടേക്ക് വന്ന റെന്നാണ് ഇവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചോദിക്കും. അപ്പോഴാണ് അവളും ഇവൻ എന്ത് ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പം അവന് പഠിക്കാനോ വന്നേന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവളെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം അവൾ അവന്റെ കൂടെ പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് ഇവൻ ഇവളുടെ വയറുവേദന മാറാൻ വേണ്ടി എന്തെങ്കിലും ഗുളിക ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ഗുളികയൊന്നല്ല സോയാ മിൽക്ക് അവൾക്ക് ഇഷ്ടം എന്ന് പറയും. അങ്ങനെ അത് കുടിച്ചാൽ മാറും പറയുമ്പം ഇവനാണ് എങ്കിൽ പിന്നെ വാങ്ങിച്ചോണ്ടെന്ന് പറഞ്ഞിട്ട് അവളോട് പറയുമ്പം ഇവളാണെ അതൊന്നും വേണ്ട, ഇനിയിപ്പോ നമ്മള് രണ്ടുപേരും ഒരുമിച്ച് കണ്ട വീണ്ടും നമ്മളെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുന്ന പറഞ്ഞ് ഇവൾ ഇവനെ പോയിക്കോളാൻ പറയും. അപ്പോഴാണ് അവനും ഇവളുടെ ബാഗ് വാങ്ങിച്ചു വെച്ചിട്ട് എങ്കിൽ പിന്നെ ഇന്നൊരു ദിവസം ആ വാങ്ങിന് വേണ്ടി കേക്ക് ഒന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞ് ഇവളെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറയും. അതിനുശേഷം ലൂവാൻ തിരിച്ച് ഹോസ്റ്റലിൽ ചെല്ലുമ്പോഴാണ് ഇവളുടെ കൂട്ടുകാരിയാണ് ഇവളുടെ ബാഗ് എന്തിനാ ആ റെൻ ഇവിടെ കൊടുത്തേച്ചേന്ന് ചോദിക്കും. അപ്പോഴാണ് ഇവളും വയറുവേദന കാരണം അവൻ നേരത്തെ കൊണ്ട് വച്ചാന്ന് പറഞ്ഞിട്ട് ഇവളോട് ആ കാര്യം പറയുമ്പം ഇവളുടെ കൂട്ടുകാരിയും സത്യത്തിൽ ഇവൾക്ക് ആ റെന്നോടെല്ലാം ബന്ധമുണ്ടെന്ന് ചോദിക്കും. അപ്പോഴാണ് ലൂവാനും അവൻ നല്ല പയ്യനാ, അല്ല ഞങ്ങൾ തമ്മിലൊരു ബന്ധമില്ല, കൂടാതെ എനിക്ക് ആ വാങ്ങിന് ഇഷ്ടമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ഇനി ഞാൻ അവന്റെ പുറകെ പോണോ എന്ന് ഇവൾ ചോദിക്കുമ്പോഴാണ് കൂട്ടുകാരിയും ലൂവാൻ നീ കുറെ ആലോചിച്ചു കൂട്ടണ്ട, നീ നിന്റെ ഇഷ്ടം മനസ്സിൽ മറച്ചു വെച്ച് 5 വർഷം എടുത്തതിന് വേണ്ടി വെയിറ്റ് ചെയ്തില്ലേ, അവസാനം ഇത് എന്തായി പോയി നിന്നെ വേദനിപ്പിച്ചേ ഉള്ളു, അതുകൊണ്ട് നീ ഇനി വാങ്ങിനെയും അതേപോലെ ആക്കണ്ട, അതുകൊണ്ട് നീ ആദ്യം അവനെ സെറ്റാക്കാൻ നോക്ക്, അതിനുശേഷം നിങ്ങൾ തമ്മിൽ ചേരുന്നില്ല നോക്ക് എന്നിന് അവളുടെ കൂട്ടുകാരി പറഞ്ഞിട്ട് അടുത്ത ദിവസം ലൂവാനാണ് അവന് വേണ്ടി കേക്ക് ഉണ്ടാക്കി റെന്റെ കൊടുത്തയക്കും. അപ്പോഴാണ് അവനും ഇവന്റെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരുന്നിട്ട് ഇവൻ PG പഠിക്കാൻ വേണ്ടി വേറെ കോളേജിലേക്ക് പോകാൻ പറയും. അപ്പോഴാണ് അത് കേട്ട അവളും അപ്പൊ നീ ഈ കോളേജ് പഠിക്കുന്നില്ലേ, എങ്കിൽ പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ട കോളേജ് കിട്ടാൻ ഓൾ ദ ബെസ്റ്റ്, പിന്നെ നമ്മൾ തമ്മിൽ അഗ്രിമെന്റ് ഇട്ട ആ ഡോക്യുമെന്റ് നിന്റെ കയ്യിലുണ്ടോ എന്നിന് ലൂവാനും ചോദിക്കുമ്പം ഇത് കേട്ട അവനാണ് ഇവളുടെ എന്ന സാധനം അവിടെ പോയി ചോദിക്കും. അപ്പോഴാണ് ആ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്ന ഇന്നലെ ഇവളുടെ കൂട്ടുകാരോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് മൊത്തത്തിൽ വെള്ളമായി നനഞ്ഞുപോയി കാണും. അങ്ങനെ അതുകൊണ്ട് അതാലോചിച്ചിട്ട് അവളും ഞാൻ റൂമിൽ വെച്ചേക്കുക, ഞാനിപ്പം നിന്റെ ചുമ്മാ നോക്കാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളു എന്നിന് അവളും റെന്നിന്റെ വാങ്ങിച്ച് ഒരു കോപ്പി എടുക്കാൻ വേണ്ടി ഇരിക്കുക. അപ്പോഴാണ്
അപ്പോഴാണ് അവനും ആദ്യം നീ ഞാൻ വാങ്ങിച്ചോടുന്ന സോയാ മിൽക്ക് കുടിക്കുന്നറിഞ്ഞ് ഇവളുടെ കൊടുക്കുമ്പം അവളാണത് കുടിച്ചു നോക്കിയിട്ട് ഇതൊന്നിനും കൊള്ളത്തില്ലെന്ന് പറയും. കാരണം പാലിനേക്കാളും വെള്ളമാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് ഈ വാങ്ങിച്ചോണ്ടുന്ന കടയിൽ തന്നെ തിരിച്ചു കൊടുത്തേക്കെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. പക്ഷെ ഇവിടെ റെന്നാണ് ഹോസ്റ്റലിൽ നിന്ന് അവൾക്ക് വേണ്ടി അവൻ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് അവിടേക്ക് വന്ന് അവന്റെ കൂട്ടുകാരനോട് ഇത് കുടിച്ച് ടെസ്റ്റ് ചെയ്യാൻ പറയുമ്പം അവന്റെ കൂട്ടുകാരന് വിശ്വാസമില്ലാതെ അത് കുടിക്കാതെ തന്നെ സംഭവം അടിപൊളിയാന്ന് പറഞ്ഞ് അവനോട് കള്ളം പറയും. അതിനുശേഷം വാങ്ങിന്റെ കേക്ക് കൊടുത്തോന്ന് പറഞ്ഞ് ലൂവാൻ ഇവന് മെസ്സേജ് ചോദിക്കുമ്പോഴാണ് ഇവൻ ആ കേക്കെല്ലാം ഒറ്റ കഴിച്ചു തീർത്തിട്ട് ഇവൻ അതൊക്കെ എപ്പോഴേ കൊടുത്തെന്ന് പറഞ്ഞ് ഇവളോട് കള്ളം പറയും. അങ്ങനെ അതിനുശേഷം ഓരോ ദിവസവും ഇവൻ അവൾക്ക് വേണ്ടി സോയാ മിൽക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പം അവളിരിച്ച് കേക്ക് വാങ്ങിന്റെ കൊടുത്തയക്കും. പക്ഷെ ആ കേക്കെല്ലാം കഴിക്കുന്ന അളിയനാണ്. അങ്ങനെ ഓരോ ദിവസം ഇവൾ ആ സോയാ മിൽക്ക് കുടിച്ചു നോക്കിയിട്ട് ഇവൻ ഈ ഒന്നിനും കൊള്ളാത്ത സോയാ മിൽക്കൊക്കെ ഏത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതെന്ന് ചോദിക്കും. കാരണം ഇവൾക്കറിയത്തില്ല സംഭവം ഇവനെ ഉണ്ടാക്കുന്നതെന്ന്. അങ്ങനെ അവസാനം അവനും ഇവളുടെ റിവ്യൂ ഒക്കെ കേട്ടിട്ട് അവസാനം പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടുപോകും. അങ്ങനെ അതുകൊണ്ട് അവൾ ക്ലാസ്സിൽ വെച്ച് അത് അവൾ കുടിച്ചു നോക്കുമ്പോഴാണ് ഇവനെ മെസ്സേജ് അയച്ച് ഇന്ന് സംഭവം അടിപൊളിയാന്ന് പറഞ്ഞ് ഇത് ഇവൻ എവിടെ നിന്ന് വാങ്ങിച്ചെന്ന് ചോദിക്കും. അങ്ങനെ അതുകൊണ്ട് ആ മെസ്സേജ് ഉണ്ട് അവനാണ് സന്തോഷപ്പെടും. അപ്പോഴായിരിക്കും മറ്റേ വാങ്ങാണ് വീണ്ടും ലൂവാനെ മെസ്സേജ് അയച്ച് കഫേയിലേക്ക് വിളിക്കുന്നത്. അങ്ങനെ അന്ന് വൈകിട്ട് ഇവിടെ എന്റെ പ്രൊഫസറാണ് ഇവൻ ഇന്റർവ്യൂ സക്സസ് ആയി ഇവന് PG അഡ്മിഷൻ കിട്ടിയെന്ന് പറയും. അതുകൊണ്ട് ഇവനിപ്പോ ഫ്രീ ആണ്. ഇവനെ നേരത്തെ തന്നെ വന്ന് അവിടുത്തെ ലാബൊക്കെ നോക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവനും ലൂവാനെ കുറിച്ച് ആലോചിച്ചിട്ട് അവൻ ഇപ്പൊ വരുന്നില്ല പതിയെ വന്നോളെന്ന് പറഞ്ഞിട്ട് അവൻ പ്രൊഫസറിനെ പറഞ്ഞ് മനസ്സിലാക്കും. അപ്പോഴാണ് ഇവിടെ വാങ്ങിനെ കണ്ട് തിരിച്ചു വരുന്ന ലൂവാനാണ് കട്ട ദേഷ്യത്തിലായിരിക്കും അവനെ കാണാൻ വേണ്ടി പോകുന്നത്. കാരണം ഇവൻ ഒരു കേക്ക് പോലും അവന്റെ കൊടുത്തില്ലെന്ന് ഇവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് അവളും ദേഷ്യത്തിൽ ഇവനെ കണ്ടിട്ട് ഇവൻ ആ കേക്കൊക്കെ എന്തോ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവൻ ആ കേക്കെല്ലാം അവൻ കഴിച്ചേർത്തെന്ന് പറയും. ഇത് കേട്ട് അവളും ദേഷ്യത്തിൽ എടാ നിനക്ക് കേക്ക് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരായിരുന്നോ, ഞാൻ ഉണ്ടാക്കി തരായിരുന്നില്ല, ഇത്രയും ദിവസം നീ എന്നോട് കള്ളം പറഞ്ഞ് ആ കേക്കെല്ലാം നീ തന്നെ അടിച്ചവര് കഴിച്ച്. എന്നിട്ട് അവള് വഴക്ക് പറയുമ്പോഴാണ് അവന് ചെയ്ത തെറ്റാന്ന് പറഞ്ഞ് ആ കുറ്റം അങ്ങ് സമ്മതിക്കും. അതിനുശേഷം അവളും വെറുതെ ഇവളെ ഹെൽപ്പ് ചെയ്യുന്ന പോലെ ആക്ട് ചെയ്തിട്ട് ഇവൾ ആ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് നാണം കെടുത്തില്ലേന്ന് പറഞ്ഞ് ഇവൾക്ക് അതൊക്കെ ഇപ്പോഴാ മനസ്സിലായെന്ന് പറയും. അങ്ങനെ ആദ്യം തൊട്ട് നിന്നെ കളിയാക്കി വരുന്നെന്ന് പറഞ്ഞിട്ട് ഇവളും ദേഷ്യത്തിൽ ഇവൻ PGക്ക് പോവാണ് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകാൻ പറയും. അങ്ങനെയാണ് നമ്മൾ തമ്മിൽ കാണത്തില്ലെന്ന് പറഞ്ഞ് അവൾക്ക് ആശ്വാസം എന്ന് പറയുമ്പം ഇത് കേട്ട് അവനാണ് അപ്സെറ്റ് ആയിട്ട് എങ്കിൽ പിന്നെ ഞാൻ പെട്ടെന്ന് പോയാൽ നിനക്ക് സന്തോഷമാണെന്ന് ചോദിക്കും. അതോടെ അവളും നീ പോയി തന്നാൽ ഈ പ്രശ്നമൊക്കെ തീരത്തുള്ളെന്ന് പറഞ്ഞ് അവ ഈ കോൺട്രാക്ട് അനുസരിച്ച് അവൻ ചെയ്തെല്ലാം തെറ്റാന്ന് പറയും. അപ്പോഴാണ് അവനും ഞാൻ എന്തോ റൂൾസ് തെറ്റിച്ചേ, നീ ആ കോൺട്രാക്ട് ഒന്ന് കാണിച്ചേ എന്നിന് ഇവൻ ചോദിക്കുമ്പം അവളാണ് പേടിച്ചിട്ട് ഞാൻ കൊണ്ടുവന്നില്ല നിന്റെ ഉണ്ടല്ലോ അതിങ്ങട് എന്നിന് ഇവൾ ചോദിക്കുമ്പോഴാണ് അവനും സോറി എന്റെ സ്വിമ്മിംഗ് പൂളിൽ വീന്ന് ഇല്ലാതായി പോയി, ഒരു നിന്റെ ഇല്ലെങ്കിൽ എങ്കിൽ പിന്നെ നമ്മൾ തമ്മിലിട്ട അഗ്രിമെന്റ് ഒട്ടും വിലയില്ല, അത് ഇതോടെ അങ്ങ് തീർന്നു എന്നിന് അവൻ പറയുമ്പോഴാണ് അവളും അതെങ്ങനാ നീ പറഞ്ഞ ഈ അഗ്രിമെന്റ് ഇല്ലാതായി പോവോ, എങ്കിൽ പിന്നെ നീ വൊമിറ്റ് ചെയ്ത വീഡിയോ ഞാൻ CCTV എടുക്കും എന്നിന് ഇവള് പേടിപ്പിക്കുമ്പോഴാണ് അവനും ലൂവാൻ ഞാൻ വൊമിറ്റ് ചെയ്ത സ്ഥലത്ത് CCTV ഒന്നും ഇല്ലായിരുന്നു, ആ മണ്ട സീനിയർ പറഞ്ഞൊക്കെ നീ വിശ്വസിച്ചു പോയോ എന്നിന് ഇവൻ പറയുമ്പോഴാണ് അവള് ഷോക്കായിട്ട് എങ്കിൽ പിന്നെ ഇവൻ എന്തിനാ ആ കോൺട്രാക്ട് അന്ന് സൈൻ ഇട്ടാൻ ചോദിക്കും. അപ്പനാണ് അവനവന് ഉത്തരം പറയാതെ ഇവൾ ഇവിടെ നിന്ന് പോയിക്കോളാൻ പറയും. കാരണം ഇവനെ കണ്ടപ്പോ തൊട്ട് അവളോട് ഇഷ്ടത്തിലായതുകൊണ്ട് അവൻ എപ്പോഴും ഇവൾക്ക് കൂടി നിൽക്കുന്നത്. അങ്ങനെ അതൊക്കെ ഇവൻ ലൈബ്രറിയിൽ നിന്ന് ആലോചിച്ച് നോക്കുമ്പോഴാണ് സത്യത്തിൽ ഇവന്റെ കൂട്ടുകാരൻ പറഞ്ഞ പോലെ തന്നെ ഇവൻ ചുമ്മാതല്ല അവൾക്കെതിരെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇവൻ അവളോട് ഇഷ്ടമുള്ളത് കൊണ്ട് ആ ബാങ്കുമായിട്ട് ശേഖരിക്കാൻ വേണ്ടി അവൻ ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞ് അവൻ അവസാനം മനസ്സിലാക്കിയെടുക്കും ഇവന് സത്യത്തിൽ ലൂവാൻ ഇഷ്ടമാണെന്ന്. അങ്ങനെ അതോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം.